നമസ്കാരം. ഒന്നും നോക്കണ്ട, നീ അവനെ അടിച്ചു കൊന്നോളൂ, ചവിട്ടി കൊന്നോളൂ എന്ന് പറയുന്ന ആവേശമൊന്നും ഇന്ന് ആ രണ്ട് യുവാക്കളുടെയും മുഖത്തില്ല. കഴിഞ്ഞ ദിവസം അതിദാരുണമായിട്ടുള്ള ഒരു കൊലപാതകം തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നടന്നിരുന്നു. ബാറിൽ നിന്നുണ്ടായിട്ടുള്ള വഴക്ക്, ഇതേ തുടർന്ന് രണ്ട് സഹോദരങ്ങൾ ചേർന്നുകൊണ്ട് 38 വയസ്സുള്ള ഒരു യുവാവിനെ അതിദാരുണമായിട്ട് കൊലപ്പെടുത്തിയ വാർത്തകളാണ് പുറത്തു വന്നത്. നമ്മൾ നിൽക്കുന്നത് ആ ഒരു സംഭവം നടന്ന സ്ഥലത്താണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വീഡിയോ പ്രകാരം ആ രണ്ട് യുവാക്കളും പരസ്പരം ആവേശത്തിൽ മദ്യലഹരിയിൽ, അതിനേക്കാൾ ഉപരി മറ്റെന്തോ ലഹരി ഉപയോഗിച്ച തരത്തിലൊക്കെയുള്ള ആക്രോശമായിരുന്നു. യുവാവിനെ മരണപ്പെട്ടു എന്ന് ഉറപ്പായിട്ട് പോലും അതിദാരുണമായിട്ട് ഉപദ്രവിക്കുന്ന തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഇന്നിപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ കാണുന്ന ആ രണ്ട് മുഖങ്ങൾ നിരാശയോടെ നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. കയ്യബദ്ധം പറ്റിപ്പോയി എന്ന് കൃത്യമായിട്ട് മനസ്സിലായ തരത്തിലുള്ള ആ രണ്ട് ശാരീരിക ശൈലി, അത് നമുക്ക് ശ്രദ്ധേയമാണ്. ആ രണ്ട് സഹോദരങ്ങൾ ഒരുപക്ഷെ വീടിന്റെ പ്രധാനപ്പെട്ട അത്താണിയായിരിക്കാം ആ രണ്ടുപേരും. അങ്ങനെയുള്ള രണ്ട് സഹോദരങ്ങൾ ഇന്നിപ്പോൾ അഴിക്കുള്ളിലാകാനുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഏതായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ വിഷു ആഘോഷവുമായി ബന്ധപ്പെട്ട ബാറിൽ തർക്കമുണ്ടാകുന്നതും ആ കൊലപാതകം നടക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള സ്ഥലത്താണ്. ഈ മുൻവശത്ത് കാണുന്ന സ്ഥലമാണ് ഈ പറയുന്ന സംഭവത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. 38 വയസ്സുള്ള യുവാവിനെയാണ് കഴിഞ്ഞ ദിവസം രണ്ട് സഹോദരങ്ങൾ ചേർന്നുകൊണ്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. തിരുവല്ലം വണ്ടിത്തടം പാലപുരിയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഈ പറയുന്ന മരണപ്പെട്ടിട്ടുള്ള സുമൻ എന്ന് പറയുന്ന 38 വയസ്സുകാരനായിട്ടുള്ള യുവാവ്. സഹോദരങ്ങളടക്കം 4 പേരെയാണ് സംഭവത്തിൽ പോലീസ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. അച്ചു, അനന്തു, സൂര്യജിത്ത്, ലാലു കൃഷ്ണൻ എന്നിവരാണ് പിടിയിലായിട്ടുള്ള ആ 4 പേർ. ബുധനാഴ്ച രാത്രി 12:30യോടെയാണ് ഏകദേശം കൊലപാതകം നടന്നതെന്നാണ് സൂചന. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് വളരെയധികം ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ആ വീഡിയോ ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് ഇവർ വിളിച്ചു പറയുന്നുണ്ട്, തന്റെ സഹോദരനെ ഉപദ്രവിച്ചു, അവനെ കൊന്നു കളഞ്ഞോളൂ, കേസ് വന്നു കഴിഞ്ഞാലൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ തല്ലടാ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും വിഷു ആഘോഷത്തിന് ശേഷം രാത്രി 11:00 അച്ഛനും സഹോദരങ്ങളും സുഹൃത്തുക്കളും ബാറിൽ മദ്യപിക്കാനായിട്ട് എത്തുന്നത്. അതിനുശേഷം മറ്റൊരാളുമായിട്ട് ബാറിനുള്ളിൽ തന്നെ വെച്ച് വഴക്കുണ്ടാകുകയായിരുന്നു. ഈ തർക്കം കണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി എത്തിയ ആളാണ് ഈ മരണപ്പെട്ടിട്ടുള്ള സുമൻ എന്ന് പറയുന്നത്. സുമൻ ഈ തർക്കത്തിൽ ഇടപെട്ടതോടെ സുമനോടും ഇയാൾക്ക് ദേഷ്യം വന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ഇത്തരത്തിലൊരു പരിഹാരം വേണം എന്നുള്ള രീതിയിൽ ഇടപെട്ട സുമനോട് ദേഷ്യം വന്നതിനെ തുടർന്ന് സുമനെ പ്രതികൾ ബാറിലിട്ട് മർദ്ദിക്കുകയും പിന്നീട് പുറത്തേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുവന്ന് അവിടെ വെച്ച് ചവിട്ടി കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ്. രക്ഷപ്പെടാൻ വേണ്ടി ബാറിൽ നിന്ന് ഇറങ്ങി ഓടിയ സമയത്താണ് സുമനെ റോഡിലിട്ട് അതിക്രമിക്കാൻ ഈ രണ്ട് സഹോദരങ്ങളും തീരുമാനിക്കുന്നത്. അവശനിലയിൽ റോഡിൽ ഇവരെ ആക്രമിച്ചതിനു ശേഷം അവശനിലയിലായിട്ടുള്ള സുമനെ റോഡിലിട്ട് അങ്ങോട്ട് തള്ളിയിട്ട് പോകുന്ന രീതിയും ഉണ്ടായിരുന്നു, ഉപേക്ഷിച്ച് പോകുന്ന രീതിയും ഉണ്ടായിരുന്നു. തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റാണ് അയാൾ മരണപ്പെട്ടത് എന്നുള്ളതാണ് സൂചന. വലിയ ആക്രമണത്തിൽ പരിക്കേറ്റ അബോധാവസ്ഥയിലായിരുന്ന സുമനെ വിഴിഞ്ഞം പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും രക്ഷിക്കാനായില്ല എന്നുള്ളത് വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. സുമന്റെ തലയിലും മുഖത്തും നെഞ്ചിലും ചവിട്ടുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കമാണ് പുറത്തു വന്നിട്ടുള്ളത്. വീഡിയോ ചിത്രീകരിച്ച ആളിനെ ഭീഷണിപ്പെടുത്തുന്നതും കേസ് വന്നാലും സാരമില്ല, അവനെ ചവിട്ടടാ കൊല്ലടാ എന്നുള്ള തരത്തിലുള്ള ആക്രോശങ്ങളും ഒക്കെ ഈ ഒരു പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം, സംഭവത്തിന് ആസ്പദമായിട്ടുള്ള CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു കഴിഞ്ഞു. ഏകദേശം 12ഓളം ആളുകൾ ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അവിടെ നിന്ന് ഈ സംഭവ ദൃശ്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നത് മാത്രമായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. നമുക്ക് ഏറെ ആശങ്കയോടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇതൊക്കെ തന്നെ. അതായത് ഒരാളെ നമ്മൾ കൺമുന്നിൽ വെച്ച് ഇത്തരത്തിൽ അതിക്രൂരമായിട്ട് ആക്രമിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഇടപെടാൻ ഒരു മനുഷ്യർക്കും ധൈര്യം വരുന്നില്ല എന്നുള്ളത് പറയുമ്പോൾ വളരെ ദയനീയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും നമ്മൾ ഈ കാണുന്ന ദൃശ്യം, ഇവിടെയാണ് ആ ഒരു 38 വയസ്സുകാരൻ പിടഞ്ഞ് മരിച്ചത് എന്നുള്ളതാണ്. വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. കാരണം ആഘോഷം, ഒരു മനുഷ്യന് എന്ത് ആഘോഷമാണ് എങ്കിൽ പോലും ഈ ലഹരിയെ ആശ്രയിക്കുമ്പോൾ ഒരുപക്ഷെ അത് തന്റെ ജീവിതത്തിനെ തന്നെ താളം തെറ്റുന്ന തരത്തിലേക്ക് എത്തിക്കും എന്നതിന്റെ ഒരു തെളിവ് കൂടിയായിട്ട് മാറുകയാണ് ഈ ഒരു സംഭവം എന്നുള്ളതാണ്. ദാരുണമായിട്ട് മരണപ്പെടുന്നുണ്ട്. തന്റെ കൈകൊണ്ടൊരാൾ മരണപ്പെട്ടു എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. നമുക്കൊരു ചെറിയ ജീവി പോലും നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഒരു കുറ്റം കൊണ്ട് മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ വേദനയോടെ നോക്കുന്ന മനുഷ്യരാണ് നമ്മളിൽ പലരും.
അങ്ങനെയുള്ള ആളുകൾക്കിടയിലേക്കാണ് ഈ പറയുന്നത് പോലെ ഒരാളെ രണ്ട് സഹോദരങ്ങൾ ചേർന്ന് ചവിട്ടി കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. എന്തായാലും കൊല്ലപ്പെട്ട സുമനുമായി പ്രതികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു മുൻപരിചയമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ബാറിൽ നിന്നുണ്ടായിട്ടുള്ള വാക്കേറ്റം അത് തന്നെയാണ് ഈ കൊലപാതകത്തിന് കാരണം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. പ്രതി അച്ചുവും ഷാൻ എന്നയാളും തമ്മിലുണ്ടായിട്ടുള്ള വഴക്കാണ് ഇതിനൊക്കെ തുടക്കം കുറിക്കുന്നത്. വഴക്ക് പിന്നീട് കയ്യാങ്കളിയിലേക്ക് മാറുന്നു. ഇതിൽ ഇടപെട്ട സുമനോടും അച്ചുവിന് ദേഷ്യം വരുന്നു. പിന്നീട് അച്ചു സുമനുമായിട്ട് കയ്യാങ്കളിയാകുന്നു. രാത്രി 12 മണിയോടെ പുറത്തെത്തിയ സുമൻ ബാറിന് മുന്നിൽ വെച്ച് അച്ചുവിനെ തല്ലുകയടക്കം ഉണ്ടായി എന്നാണ് സൂചന. ഇതേ തുടർന്ന് അച്ചു സഹോദരൻ അനന്തുവിനെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തിയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഇരുവരും ചേർന്ന് സുമനെ അതിക്രൂരമായിട്ട് ഉപദ്രവിച്ചതിന് ശേഷമാണ് കൊലപ്പെടുത്തിയത്. പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ട ഇരുവരെയും പോലീസ് പിടികൂടുകയായിരുന്നു. കാർ യാത്രക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഭവത്തിന് സാക്ഷികളാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. എന്തായാലും കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ ഒരു 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 സംഭവം കൂടെ നടന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമാണ് ഇത്തരത്തിൽ ഇന്ന് വിഴിഞ്ഞത്ത് നടന്നിരിക്കുന്നത്. ആഘോഷങ്ങൾ അത് അതിരുകടക്കുമ്പോൾ ഇത്തരത്തിൽ എത്ര ജീവനുകൾ ഇനി നഷ്ടമാകും എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്.